ആയിട്ട് ഉള്ള ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. എഴുതാനുള്ളത് എന്ന് പറയുന്നത് R1 എന്ന് പറയുന്നത് 10 ഓം, R2 എന്ന് പറയുന്നത് 20 ഓം. R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ സീരീസ് ആണല്ലോ, 10 പ്ലസ് 20 30 ഓം. സപ്ലൈ വോൾട്ടേജ് 200, കറണ്ട് ഫ്രീക്വൻസി 50 ഹെർട്സ്, കപ്പാസിറ്റൻസ് 50 മൈക്രോ ഫാരഡ്, 50 ഇൻറ്റു 10⁻⁻6 ഫാരഡ്. L1 എന്ന് പറഞ്ഞാൽ 0.05 ഹെൻറി, L2 എന്ന് പറഞ്ഞാൽ 0.1 ഹെൻറി. ഇതാണ് മൊത്തമുള്ള സർക്യൂട്ടിലാണ് 200 വോൾട്ടും 50 ഹെർട്സും ഒക്കെ തന്നിരിക്കുന്നത്. ഫേസർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്, ലാസ്റ്റ് പറയാം. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീരീസ് ആയതുകൊണ്ട് തന്നെ 0.5 പ്ലസ് 0.1 0.15 ഹെൻറി ആണ്. അപ്പോൾ ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2/FL ആണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 0.15 എന്ന് പറഞ്ഞാൽ 47.1 ഓം ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/2πFC ആണ്. 1 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 50 ഇൻറ്റു 10⁻⁻6 ആണ്. ആദ്യത്തെ 50 ഫ്രീക്വൻസി, രണ്ടാമത്തെ 50 കപ്പാസിറ്റൻസിൻ്റെയാണ്. 63.7 ആണ്. 47.1 63.7 കുറച്ചാൽ റിയാക്റ്റൻസ് കിട്ടും. റിയാക്റ്റൻസ് -16.6 ഓം ആണ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ √R² പ്ലസ് X1² ആണ്. R1 എന്ന് പറയുന്നത് 30² മൈനസ് 16.6² 34.1 ഓം ആണ്. കറണ്ട് കാണണമെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറയുന്നത് 200 ഡിവൈഡഡ് ബൈ Z എന്ന് പറയുന്നത് 34.3 5.8 ആംപിയർ ആണ്. 5.8 ആംപിയർ ആണ് ഫേസ് ഡയഗ്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പാരലൽ മീൻസ് ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരയ്ക്കുന്നത്. അതിൽ റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 200 വോൾട്ടാണ്. ഇനി ഓരോ സർക്യൂട്ടിലും V1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിലുള്ളതാണ്. ഫസ്റ്റ് കോയിലിൻ്റെ റിയാക്റ്റൻസ് കാണുകയാണെങ്കിൽ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഫ്രീക്വൻസി 0.01. 0.01 എന്ന് പറയുമ്പോൾ വാല്യൂ 15.7 ഓം വരും. ഇനി R1 നമുക്കറിയാവുന്നതുകൊണ്ട് Z1 കണ്ടുപിടിക്കാം. ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഇമ്പിഡൻസ് ദാറ്റ് ഈസ് √10² പ്ലസ് 15.7 സ്ക്വയർ 18.6. വോൾട്ടേജ് അക്രോസ് V1, വോൾട്ടേജ് അക്രോസ് ഫസ്റ്റ് ഇമ്പിഡൻസ് ദാറ്റ് ഈസ് V1 ഈക്വൽ ടു I ഇൻറ്റു Z1. I ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 5.81 ഇൻറ്റു 18 ആണ്. ദാറ്റ് ഈസ് 108 വോൾട്ട് ആണ്. ഇതാണ് 108 വോൾട്ട്. അത് കറണ്ടിൽ നിന്ന് ഉള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒരു കയ്യിൽ കറണ്ട് അല്ലേ ഉള്ളൂ. അതാണ് കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ R/Z ചെയ്താൽ മതി. R എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ Z1 എന്ന് പറയുന്നത് 18.6 ദാറ്റ് ഈസ് 57.6 ഡിഗ്രി ലാഗിങ് ആണ്. പക്ഷെ V2 എന്ന് പറയുന്നത് ഇൻഡക്ടർ മാത്രമുള്ള സാധനമല്ല. ഫിഗറിൽ നോക്കുക, ഫിഗർ പ്രകാരമാണ്. ഡ്രോ ദ വെക്ടർ ഡയഗ്രാം എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഇമ്പിഡൻസ് കണ്ടാൽ മതി. R1 പ്ലസ് R2 ഈ 30ഉം എല്ലും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.15 ആയി. ആ 0.15നെ കപ്പാസിറ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആക്കി മാറ്റുക. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണുക. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നിന്ന് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയ്ക്കുക. അങ്ങോട്ട് കുറച്ചാലും മൈനസ് ചിഹ്നം വരികയാണെന്നുണ്ടെങ്കിൽ ലീഡിങ് ആണ്. കൂടുതലുള്ളത് കപ്പാസിറ്റീവ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റീവ് സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും? ലീഡായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, എന്നാണ് ടോട്ടൽ വോൾട്ടേജ് കറണ്ട് ടോട്ടൽ വോൾട്ടേജിനേക്കാളും ലീഡായിട്ട് മാറുക തന്നെ ചെയ്യും. സോ V1 എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് ഈ കപ്പാസിറ്റർ ഇല്ലാത്ത ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ടാണ്. നമ്മൾ ഫിഗർ പ്രകാരമാണ് കാണിച്ചിരിക്കുന്നത്, ഫിഗർ പ്രകാരം. സോ ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 57.5 ഡിഗ്രി ലാഗ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കറണ്ട് I ആണെങ്കിൽ അതിൽ നിന്ന് I1 എന്ന് പറയുന്നത് ലാഗാണ്. ലാഗാണെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ റൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് I ഇവിടെ വരച്ചത്.
ദെൻ ആദ്യമായിട്ട് 57 ഇവിടെ നിന്ന് 57.5 ഡിഗ്രിയിൽ I1 വരയ്ക്കും. I1 ഐൻ്റെ ബാക്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ. സോ ഇവിടെ സെക്കൻഡ് V2 എന്ന് പറയുന്നത് കിടക്കുന്നത് V2 കണ്ടുപിടിക്കണം. V2 കണ്ടുപിടിച്ചാലേ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ V2 കണ്ടുപിടിക്കണം, V2ൻ്റെ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ V2 എന്ന് പറയുന്നത് 20 ഓം ഉണ്ട്, 0.1 ഹെൻറി ഉണ്ട്, 50 മൈക്രോ ഫാരഡേ ഉണ്ട്. അപ്പോൾ ആദ്യം 0.1 മൈക്രോ ഫാരഡേ പ്രകാരം 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 0.1 ദറ്റ് ഈസ് 31.4 ഓം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കണ്ടതുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മൈനസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 31.4 മൈനസ് 63.7 കുറച്ചാൽ മൈനസ് 32.2. അപ്പോൾ അതും ലീഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് √R2² പ്ലസ് S2² ആണ്. R2 എന്ന് പറയുന്നത് 20 മൈനസ് 32.2 സ്ക്വയർ ചെയ്യുമ്പോൾ 37.9 ആയി. അത് വാല്യൂ മാത്രമാണ്. ഇപ്പം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് V1 എന്ന് പറയുന്നത് 108 ആണ്. V1 എന്ന് പറയുന്ന വാല്യൂ 108 ആണ്. V2 നമ്മൾ കണ്ടിട്ടില്ല. V2 എന്ന് പറയുന്നത് I ഇൻറ്റു Z2 വേണം. അപ്പോൾ I ഇൻറ്റു Z2 എന്ന് പറഞ്ഞാൽ 5.38 ഇൻറ്റു 37.9 ആണ്, 221 ആണ്. അപ്പോൾ 100ൻ്റെ ഡബിളായി. അപ്പോൾ V1നേക്കാളും ഡബിൾ നീളത്തിൽ വേണം ആര് വരയ്ക്കാനായിട്ട്, V2നെ വരയ്ക്കാനായിട്ട്. എന്തുകൊണ്ട് I1 അപ്പുറത്തോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ലീഡാണ്. ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കുമ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് 20 ഡിവൈഡഡ് ബൈ 30 Z ആണ്, R2 ഡിവൈഡഡ് ബൈ Z2 ആണ്. ദാറ്റ് ഈസ് 37.9 എന്ന് പറഞ്ഞാൽ 58 ഡിഗ്രിയാണ്. അപ്പം 58 ഡിഗ്രി ഈ സൈഡിലേക്ക് വരക്കാൻ കാരണം ഇവിടെ ഓൾറെഡി മൈനസ് കിട്ടിയിട്ടുണ്ട്. ലീഡ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വരച്ചത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. V2 ആദ്യം പോവും, അവരുടെ പിറകെ I വരും, അതിൻ്റെ പിറകെ മാത്രമേ ആര് വരുള്ളൂ. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, 0ത്തിൽ ഒരു പിടുത്തമുണ്ട്, P0 അല്ലെങ്കിൽ O എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു പിടുത്തമുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഒരു കല്ല് കെട്ടി തൂക്കി, അങ്ങനെ ഒരു നൂലും അങ്ങനെ കല്ല് കെട്ടി തൂക്കിയിട്ട് കല്ല് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ ആദ്യം പോവുക V2. കുറേ കല്ലുകളുണ്ട്. ആദ്യം V2 ആണ് പോവുക, പിന്നെ അതിൻ്റെ പിറകിലേ I വരുള്ളൂ, പിന്നെ അതിൻ്റെ പിറകിലേ V2 വരുള്ളൂ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ലീഡ് ചെയ്യുന്നത് ആരാണ്, V2 ആണ്. എത്ര ഡിഗ്രി, കറണ്ടിനേക്കാളും 32.8 ഡിഗ്രി. അതേസമയം V1ഉം കറണ്ടും തമ്മിലാണെങ്കിൽ എത്ര ഡിഗ്രി, 57.5 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിനകത്തൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, പവർ ഫാക്ടർ എത്രയെന്നുള്ളത്. മൊത്തം സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ ആണ്. പവർ ഫാക്ടർ കാണാൻ എന്താ ചെയ്യുക, cos φ കണ്ടാൽ മതി. cos φ എന്ന് പറഞ്ഞാൽ എന്താ, R ഡിവൈഡ് ബൈ Z ആണ്. R1 അല്ല, R ഡിവൈഡ് ബൈ Z ആണ്, Z1 അല്ല. സോ R എന്ന് പറഞ്ഞാൽ 30 ആണ്, 10 + 20 30 ആണ്. Z എന്ന് പറയുന്നത് 34.3 ആണ്. നോക്കുക, 30² അതിൻ്റെ കപ്പാസിറ്റൻസ് കുറച്ചിട്ടുള്ള വാല്യൂ ആണ്. 0.875 ലീഡാണ്. അപ്പോൾ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് വോൾട്ടേജ് ആരാണ് കൂടുതലുള്ളത്, റിസൾട്ടൻ്റ് വോൾട്ടേജിൽ മീൻസ് കൂടുതലുള്ളത് എപ്പോഴും തന്നെ കപ്പാസിറ്റൻസ് ആണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന 63.7 ഉണ്ട്. അത് X1 മാത്രം കണക്കാക്കിയാലും കണക്കാക്കി. അപ്പോൾ ടോട്ടൽ വാല്യൂവിലെ പവർ ഫാക്ടർ കണ്ടു. പക്ഷേ അതേസമയം ലീഡ് ആയതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് വരയ്ക്കാൻ വോൾട്ടേജിൽ നിന്ന് V1ൻ്റെയും V2നും V1ന് പാരലായിട്ട് ഇങ്ങനെ ലൈൻ വരക്കും. ലെന്ത് എത്രയാണോ V1 ഉപയോഗിച്ചിരിക്കുന്നത് അത്ര തന്നെ, V2ന് പാരലായിട്ട് ലൈൻ വരക്കും. എത്രയാണോ V2ൻ്റെ ലെന്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത്ര തന്നെ. അത് നമ്മൾ ചേരുന്ന റിസൾട്ടൻ്റ് ആണ് V എന്ന് പറഞ്ഞത്. നിർബന്ധമായിട്ടും അത് എവിടേക്ക് വരണം, ലീഡിലേക്ക് വരണം. ഓക്കെ, പക്ഷേ റിസൾട്ടൻ്റ് വോൾട്ടേജ് ഒരിക്കലും ഈ 57.7നേക്കാളും കൂടുകയുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. 58.7നേക്കാളും കൂടുകയുമില്ല.